ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബോട്ടോക്സ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. പലർക്കും ഉള്ള ഒരു സംശയമാണ് എന്താണ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. ബോട്ടോക്സ് ആണോ, സ്മൂത്തനിങ് ആണോ, സ്ട്രെയിറ്റനിങ് ആണോ നല്ലത്, അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റി, റീബോണ്ടിങ്, അങ്ങനെ പലതരം ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ ഹെയറിനുണ്ട്. അപ്പോൾ ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർക്കും ബോട്ടോക്സ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇതിൽ ഏതാ നല്ലത്, ഇത് എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്നതിനെ കുറിച്ചിട്ടാണ്. ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെന്റ് ആണ്. സാധാരണ നമ്മൾ ഇപ്പോൾ നമ്മളുടെ സ്മൂത്തനിങ് ആണെങ്കിലും സ്ട്രൈറ്റനിങ് ആണെങ്കിലും ഒക്കെ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. എന്നാൽ ഈ ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ കണ്ടന്റുകളായിട്ടൊക്കെ വരുന്നത് അമിനോ ആസിഡ്സ് വരുന്നുണ്ട്, വൈറ്റമിൻസ് വരുന്നുണ്ട്, അതുപോലെ ആന്റി ഓക്സിഡൻസ് വരുന്നുണ്ട്. അങ്ങനെ പലതരം പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി ഇത് ആരൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഹെയറിനാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡ്രൈ ആയിട്ടുള്ളത്, ഫ്രീസി ആയിട്ടുള്ളത്, അൺമാനേജബിൾ ആയിട്ടുള്ള ഹെയർസിനൊക്കെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്ട്രെയിറ്റനിങ്ങോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ ഒക്കെ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ കളറിങ് ഒക്കെ ചെയ്തിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമുക്ക് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ തീരെ ഡ്രൈ ആയിട്ട്, ഡാമേജ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഹെയറിന്റെ സ്പ്ലിറ്റ് എൻഡ്സ് പോലെ വരുന്ന പ്രോബ്ലംസ്, അതുപോലെ എന്താ പറയാ, നമുക്ക് ഭയങ്കര ചുരുണ്ട് കയറി വരുന്ന, അത് ഒരു തരത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഹെയറിനൊക്കെ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് നമുക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി വളരെ തിന്നായി പോകുന്ന അവസ്ഥയിൽ, തീരെ കനക്കുറവ് മാതിരി ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലൊക്കെ നമുക്ക് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു നല്ല ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ചിലവരുണ്ട് നോൺ ടോക്സിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ചെയ്യാറുള്ളൂ. അവർ അവരുടെ ഹെയറിൽ വേറെ കെമിക്കൽ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്ക്, അങ്ങനെയുള്ളവർക്കും ബോട്ടോക്സ് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഫ്രീ വേയിൽ കൂടെ നമുക്ക് നമ്മുടെ ഹെയർ മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ട്രീറ്റ്മെന്റ് ആണ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ബോട്ടോക്സ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ഫ്രിസ് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് ചുരുണ്ട മുടിക്കാർക്ക് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ വരണ്ട മുടിയുള്ളവർക്കൊക്കെ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റുകൾ കൂടി നമുക്ക് നമ്മുടെ മുടി നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. നല്ല ഒരു സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടും. അതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ഹൈഡ്രേഷൻ വന്നതുമാതിരി നമുക്ക് ഫീൽ ചെയ്യും മുടിയിൽ. നമുക്ക് നല്ല ഒരു ഡീപ്പ് മോയ്സ്ചറൈസേഷൻ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഒരു ഹൈഡ്രേഷൻ ഫീലിങ്ങും ഒരു ഹെൽത്തി ഫീലിങ്ങും മുടിക്കുണ്ടാവും. അതുപോലെ തന്നെ ഹെയർ റിപ്പയറിങ് നന്നായിട്ട് നടക്കും. അതായത് ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളത്, തിന്നിങ് ഒക്കെയുള്ള ഹെയറിനെ നമുക്ക് നല്ല രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു അടുത്ത ഓപ്ഷൻ പറയാനുള്ളത് നമുക്ക് വോളിയം ക്രിയേഷൻ ആണ്. നമുക്ക് കുറച്ചും കൂടി നമുക്കുള്ളതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് വോളിയം തോന്നിപ്പിക്കാനായിട്ടും ആ തിന്നിങ് എഫക്റ്റ് മാറാനായിട്ടും ഒക്കെ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് വളരെ നല്ലതാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത് നല്ലൊരു സേഫ് ഫോർമുലയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഒക്കെ ആന്റി ടോക്സിൻ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതൊരു സേഫ് ഫോർമുലയാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ കെമിക്കൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ മുടിയെ മാനേജ് ചെയ്തെടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ കളർ പ്രൊട്ടക്ഷനും ഇത് നമുക്ക് വളരെ നല്ലതാണ്. നമ്മളുടെ മുടിയിൽ ചെയ്തിരിക്കുന്ന കളർ കുറച്ചധികം നാൾ നിലനിൽക്കാനായിട്ടും ലോങ് ലാസ്റ്റിങ്ങിനൊക്കെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് നല്ലതാണ്. സോഫ്റ്റ് ടെക്സ്ചർ നമ്മുടെ മുടിക്ക് വരുത്താനായിട്ടും ഇത് നല്ലതാണ്. അത്യാവശ്യം ഒരു സ്ട്രൈറ്റനിങ് ലുക്ക് വരികയും ചെയ്യും, നല്ലൊരു സോഫ്റ്റനിങ് ഫീലിങ്ങും കിട്ടും. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഇത് നമ്മുടെ മുടി മാനേജ് ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്രദമായേക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് എങ്ങനെ കെയർ ചെയ്യും? നമ്മളിങ്ങനെ ഒരു കാര്യം കണ്ടു, ബോട്ടോക്സ് എന്ന പുതിയ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിഞ്ഞു, ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ഹെയർസിനാണ് ഏറ്റവും ഗുണപ്രദമായെന്ന് കണ്ടു. ഈ ചെയ്യുന്നതിൽ മാത്രമല്ല, ഇതിന്റെ ഒരു ആഫ്റ്റർ കെയറിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ആഫ്റ്റർ കെയർ എങ്ങനെയായിരിക്കണം. ആദ്യമായിട്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് വേണം യൂസ് ചെയ്യാൻ. ഷാംപൂസ് മാത്രമല്ല, കണ്ടീഷണറും അങ്ങനത്തെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ 1-2 തവണയായിട്ട് നമ്മുടെ ഹെയർ വാഷിംഗ് ചുരുക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇതിന് നമ്മൾ ചെയ്ത ട്രീറ്റ്മെന്റ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ മുടിയുടെ ഓരോ സ്റ്റൈലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടൂൾസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഡ്രയർ ആണെങ്കിലും അയണർ ആണെങ്കിലും അങ്ങനെ പലതരം. അപ്പൊ അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്നത് നന്നായിരിക്കും.
അതുപോലെ നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസം നല്ലൊരു ഡീപ്പ് കണ്ടീഷണറോ അല്ലെങ്കിൽ മാസ്കോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ ആ സ്ട്രക്ചർ അങ്ങനെ നിലനിർത്താനായിട്ടും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഒരു സ്പായോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ മാസ്കുകളുണ്ട്, നല്ലതരം പ്രോട്ടീൻ മാസ്കുകളുണ്ട്. ഇപ്പം അങ്ങനെയുള്ള മാസ്കുകൾ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ ഓയിൽ മസാജിങ് പരമാവധി അവോയ്ഡ് ചെയ്യുക. തീരെ നിവർത്തിയില്ലാത്തപ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് നമ്മൾ ഓയിൽ മസാജിങ് കൊടുത്താലും മുടിക്ക് കുഴപ്പമൊന്നും വരത്തില്ല, നന്നായിട്ടിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, അധികമായിട്ടുള്ള സൺ എക്സ്പോഷറിൽ നിന്ന് പരമാവധി ഒഴിവാകുക. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒരു ക്യാപ്പ് ധരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം നമ്മുടെ മുടിയിലായിട്ട് മുടി കൊഴിച്ചിലല്ല മറ്റു പ്രോബ്ലംസോ മുടിയുടെ സ്ട്രക്ചറിൽ വേരിയേഷൻസോ വ്യത്യാസമോ ഒന്നും വരാതെ കാക്കാനായിട്ട് അത് വളരെ നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് അടിപൊളിയാണ്. സൂപ്പർ ആയിട്ടുള്ള നല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു അക്കാഡമിയാണ്. പലതരത്തിലുള്ള കോഴ്സുകൾ നമ്മളിവിടെ നടത്തപ്പെടുന്നുണ്ട്. ബ്യൂട്ടീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള, കോസ്മെറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള, നെയിൽ ആർട്ടുമായി ബന്ധപ്പെട്ടത്, അതുപോലെ പലതരത്തിലുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബിൽ, ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ലഭ്യമാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുക. ഇതപ്പോൾ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ജൂൺ ആദ്യത്തെ ആഴ്ച 15 കൂടി നമ്മൾ ആരംഭിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ വരിക. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളതിൻ്റെ ലാബ്, ക്ലാസ് റൂംസ് എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ പാർലറിൽ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.